ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും ഈദ് മുബാറക്. ഓക്കെ, അപ്പം നമ്മൾ കുളിക്കാൻ പോവുകയാണ് ഗൈസ്. ഇന്ന് എന്താ അറിയില്ല, ഫ്രാങ്ക്ലിൻ്റെ ഒടുക്കത്തെ സന്തോഷം. ഓക്കെ, നമ്മൾ എന്തായാലും ഗൈസ് നമ്മുടെ വീട്ടിൽ ബാത്റൂം ഇല്ലല്ലോ. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണേ. എന്തായാലും കുളിക്കണ്ടേ, നോമ്പൊക്കെ അല്ലേ. കുളിച്ചിട്ട് 2 ആഴ്ചയായി. എന്തായാലും പള്ളിയിലൊക്കെ പോകണം, മസ്ജിദിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ നേരെ പൂളിലൊക്കെ ഒരു ജമ്പ് കൂടത്തുള്ളു. അയ്യോ, റമളാൻ ഗൈസ്, സോറി, നമ്മുടെ ഈദാണ്. അപ്പോൾ നമ്മളിന്ന് നല്ല നീറ്റ് ആൻഡ് ക്വൈറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നേരെ നമുക്ക് മസ്ജിദിലേക്ക് പറപ്പിച്ച് വിട്ട കേസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ എന്തായാലും ഒന്ന് പെട്ടെന്ന് ചെയ്ത് നമ്മളെന്തായാലും മസ്ജിദിലേക്ക് കത്തിച്ച് വിടാൻ പോണ്. ഓക്കെ, ഫ്രാങ്ക്ലിൻ മച്ചമ്പിയൊക്കെ നല്ല സ്പീഡിൽ പോകാൻ. എടേന്നൊക്കെ വണ്ടീനെ മാറ്റിക്കോട്ടോ. ഓക്കെ, നേരെ നമുക്ക് മസ്ജിദിൽ പോകാം. ഓക്കെ, നമ്മൾ മസ്ജിദും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നേരെ നമുക്ക് പോയിട്ട് പ്രേ ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ, പെട്ടെന്ന് വരാം. അങ്ങനെ നമ്മൾ ഗൈസ് കുറേ നേരം ഇങ്ങനെ പ്രേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സുക്കൂറല്ലേ? ഇവനെന്താ ഇങ്ങനെ പോകുന്നത്? സുക്കൂറെ ഈദ് മുബാറക്ക് കേട്ടോ. ഈദ് മുബാറക് ഫ്രാങ്ക്ലിനെ. എന്താടാ സുഖമല്ലേ? നിസ്കരിച്ചേനാ? പ്രേ ചെയ്തേനാ? ഞാൻ പ്രേ ഒക്കെ ചെയ്തേനു. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ ബിരിയാണി കഴിക്കാൻ വരാൻ പറഞ്ഞിരിക്കായിരുന്നു. ദയവായിട്ട് നീ വരണ്ട. കഴിഞ്ഞ വർഷം വന്നിട്ടേ നീ ഒരു ചട്ടി ബിരിയാണി തീർത്താണ്. ദയവായി വന്ന് അവിടെ വന്ന കൊഞ്ഞടിച്ച് വിളിക്കണേ. ഇതായിട്ട് കേസ് നമ്മുടെ ആദ്യത്തെ ഇമോഷണൽ ഡാമേജ്. അതാരും കാര്യമൊക്കെ ഉണ്ടാവും. ഫ്രാങ്ക്ലിൻ്റെ വയറ് അണ്ടാവാണെന്ന് നിങ്ങൾക്കറിയാലോ. കേസ് നമുക്ക് നേരെ ബോസിൻ്റെ അവിടേക്ക് പോയി. ഇന്ന് ബോസും ഞാനും കൂടി സിറ്റിയിൽ എല്ലാവർക്കും ബിരിയാണി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ബോസിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ബോസിൻ്റെ കയ്യിൽ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ട് വരാം. എന്തായാലും ഞാനും ബോസും കാര്യങ്ങളൊക്കെ ഇവിടെ സിറ്റിയിൽ ബിരിയാണി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ബിരിയാണി കഴിച്ചിട്ട് വരാം കേസ്. ഓക്കെ, വയറ് ഫുള്ളായി ബിരിയാണി കഴിച്ച്. ഇനി എന്തായാലും ബോസ് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ താർ ജീപ്പിനുള്ളിൽ കുറേ ബിരിയാണി ബോക്സൊക്കെ ഉണ്ട്. ഈ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ സിറ്റിയിൽ മൊത്തം നമ്മൾ കൊടുക്കാനാണ് നമ്മുടെ ബോസ് നമ്മുടെ പറഞ്ഞത്. ഓക്കെ, ഞാനും ബോസും കൂടി പൈസ ഷെയർ ഇട്ട് ചെയ്യുന്നൊരു ഇതാണ്. ഓക്കെ, ഇത് നല്ലതായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് പാവപ്പെട്ടവർക്കും സിറ്റിയിൽ എല്ലാവരും കൊടുക്കാനാണ്. മാഡം ഈദ് മുബാറക്ക്. ഇന്ന് നിങ്ങൾക്ക് എൻ്റെ വക ഒരു ബിരിയാണി ബോക്സ്. ഓക്കെ മോനെ. ഓക്കെ, ബിരിയാണി ബോക്സ് ആണല്ലേ? ഓക്കെ, റെഡി. ഇതാ പിടിച്ചോളി. മാഡം മയങ്ങി വീണിട്ടാ. ഇനി ഇവിടെ നിൽക്കണ അത്ര സേഫല്ല. നമുക്ക് അടുത്ത ആളിനെ പിടിക്കാം. ഇവിടെ നിൽക്കണ അത്ര സേഫേ എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഓക്കെ, മച്ചമ്പി കാറടാ. മച്ചമ്പി സ്പീഡിൽ എടുക്കടാ. ഫ്രാങ്ക്ലിനെ എവിടെ നിൽക്കണം അത്ര സേഫ് അല്ലേ, വെറുതെ നോക്കല്ലേ നീ. ഓക്കെ, നമുക്ക് അടുത്ത എൻ്റെ പോവാം കേസ്. ഓക്കെ കേസ്, അടുത്ത് നമ്മളൊരാളിനെ കണ്ടിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ബോക്സ് ബിരിയാണി നമുക്ക് എടുത്തു കൊടുക്കാം. അഥവാ നമ്മുടെ ചിക്കൻ ബിരിയാണി. ഓക്കെ, നേരെ നമുക്ക് ഒരു ബോക്സ് എടുത്തിട്ട് ഇയാൾക്ക് കൊടുക്കാം. മച്ചമ്പി ഓക്കെ എടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഇയാളുടെ കയ്യിൽ പോയി കൊടുക്കുക കേസ്. ഓക്കെ സാർ, ഇത് കേസ് ഈദ് മുബാറക്ക്. ഇന്ന് ഈദായിട്ട് എൻ്റെ പകുതി ബിരിയാണി ബോക്സ്. താങ്ക് യു. മോൻ നന്നായി വരട്ടെ. മോൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും. മോൻ്റെ യൂട്യൂബ് ചാനൽ 100K സബ്സ്ക്രൈബ് അടിച്ചിട്ട് നിറയെ ലൈക്കും കിട്ടും കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ബോക്സ് എടുത്തിട്ട് വേറെ ഒരു മാഡം ഉണ്ട്, അവർക്ക് പോയി കൊടുക്കുക കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാഡത്തിന് നിന്ന് കൊടുക്കുകയാണ്. മാഡം ഈദ് മുബാറക്ക്. ഇതാ എൻ്റെ പേര് എന്നൊരു ബിരിയാണി ബോക്സ്. ഓക്കെ, താങ്ക് യു. ഓക്കെ കേസ്, നമ്മൾ ഫൈനലി കുറേ ആൾക്കാരെ കൊടുക്കാണ്ട് നമ്മൾ എന്തായാലും കൊടുത്ത് കംപ്ലീറ്റ് ആക്കട്ടെ കേസ്. അങ്ങനെ കേസ് കൊടുത്തു കഴിയുമ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. സിറ്റിയിലത്തെ എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് ഫ്രാങ്ക്ലിനെ ഒന്ന് തലയണിയിൽ തല വെക്കട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യും.